ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ധർമ്മം തന്നെയാണ്, തികച്ചും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ശരീരം നിങ്ങളുടെ സ്വന്തമാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ ഒരിക്കലും നല്ലതല്ല. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സമയാസമയങ്ങളിൽ ചെയ്യേണ്ടത് അത് ചെയ്തേ മതിയാവൂ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, അത് സമൂഹത്തിന് തന്നെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതായിരിക്കും. അതുകൊണ്ട് ശരീരമാരോഗ്യം എന്നും എന്താണോ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞ് കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരം ആരോഗ്യം എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് ദന്താരോഗ്യത്തിലാണ്, വായുടെ ആരോഗ്യത്തിലാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. പതിവായി ഞങ്ങൾ നിങ്ങൾക്ക് ഓരോ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ അതിൻ്റേതായ പ്രവർത്തന രംഗത്ത് ശോഭിക്കുന്ന ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് എത്തിച്ചു തരുന്നതാണ്. ഒരൊറ്റ എപ്പിസോഡും വിടാതെ കാണുക. ഹെൽത്ത് ടോക്ക് ഇന്ന് ഒരു പ്രത്യേക ദിനമാണ്. അതുകൊണ്ട് തന്നെ ദന്ത ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പലതും അറിഞ്ഞിരിക്കണം. വായിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മൊത്തമായും പ്രഥമമായും കാത്തു സൂക്ഷിക്കുന്ന വസ്തു. അതുകൊണ്ട് ദന്താരോഗ്യം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ദന്താരോഗ്യത്തെക്കുറിച്ചും പൊതുവെ വായിൻ്റെ മുഴുവൻ ആരോഗ്യത്തെക്കുറിച്ചും അതിനു പുറമെ കുട്ടികളിലെ വായിൻ്റെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചും ഒരു പ്രഗത്ഭനായ ഡോക്ടർ മുഹമ്മദ് ഹാഷിം KC ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഹാഷിം, വെൽക്കം ടു ദിസ് ഹെൽത്ത് ടോക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രശസ്തരായ അനേകം പ്രയോക്താക്കളെ കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഹെൽത്ത് ടോക്ക് രൂപപ്പെടുത്തി തരുന്നതാണ്. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് കമ്മ്യൂണിറ്റി ഡെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടർ മുഹമ്മദ് ഹാഷിം KC എത്തിയിരിക്കുന്നത്. ഡോക്ടർ, ആദ്യമായി ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് ദിനങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ലോക ആരോഗ്യ ദിനം, അതുപോലെ ലോക ഡെൻ്റൽ ഡേ, അതുപോലെ മറ്റു അനേകം ദിനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിലിടയ്ക്ക് കേട്ട ഒരു പേരാണ് സാധാരണ കേൾക്കാത്ത ആളാണ്, ടൂത്ത് ഫെയറി ഡേ. ഫെയറി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു മാലാഖ എന്ന് വേണം എടുക്കാം. എന്താണ് ഈ ടൂത്ത് ഫെയറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൂത്ത് ഫെയറി ഡേ എന്ന് പറഞ്ഞാൽ ഡോക്ടർ? ഇത് നമ്മളിപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം എൻവയോൺമെൻറ്റൽ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, പക്ഷേ അന്നത്തെ ഒരു ദിവസം കൂടുതൽ അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക, ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റുകളും നമ്മൾ മാനേജ് ചെയ്യുന്നതിന് നമ്മൾ കൂടുതൽ ഇതിനെ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുന്നത് പോലെ മൊത്തത്തിൽ എല്ലാ ഹെൽത്തുകൾക്കും ഓരോ ഡേ ഉണ്ട്. കുട്ടികളിലെ ഈ പറഞ്ഞ പോലെ ഫെയറി എന്ന് പറഞ്ഞ ലിറ്റിൽ ഏഞ്ചൽ, അപ്പോൾ ആ കുട്ടികളിലെ ആ ഒരു മിൽക്ക് ടീത്ത് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഈ ടൂത്ത് ഫെയറി ഡേ എന്നുള്ളത്. ഡോക്ടർ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പദം മിൽക്ക്, പാൽപ്പല്ലുകൾ, അതായത് ജനിച്ച ഉടനെ ഉണ്ടാവുന്ന പറഞ്ഞു പോകുന്ന പല്ലുകൾക്കാണ്. തീർച്ചയായും. ഇപ്പൊ നമ്മള് നാട്ടിലുള്ള പൊതുവെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ അത് പോവാനുള്ള പല്ലല്ലേ, അതിനത്ര കെയർ ചെയ്താൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് പലർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനെ ഒരു ദിവസം സ്പെഷ്യലായിട്ട് അങ്ങനെ ആചരിക്കാനുള്ള ഒരു കാരണം. ഓക്കെ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ജനിക്കുമ്പോൾ മനുഷ്യർക്ക് പല്ലുണ്ടാവാറില്ല സാധാരണ. ജനിക്കും പല്ലുള്ള ചില കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ സാധാരണയായി ജനിക്കും പല്ല്. ഏത് പ്രായത്തിലാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്? അതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പല്ലിന്റെ സംരക്ഷണം, അതിന്റെ ഒരു കെയറിങ്, അതിന്റെ സംരക്ഷണം നമ്മൾ തുടങ്ങേണ്ടത് പല്ലുകൾ വരുന്നതിന്റെ മുന്നെയാണ്, പല്ല് വന്നതിന് ശേഷമല്ല. അതായത് ഇപ്പം നമ്മുടെ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും കുട്ടികൾ ഫീഡിംഗ് ബോട്ടിലോ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ കുടിച്ച് അപ്പടി അങ്ങ് ഉറങ്ങി പോവുക എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, കരച്ചിലില്ലാതെ ഉറങ്ങി. പക്ഷേ ഈ സമയത്ത് ഒരു വേസ്റ്റ് ആ ബ്രസ്റ്റ് മിൽക്കിൻ്റെയോ അല്ലെങ്കിൽ ഈ ബോട്ടിൽ മിൽക്കിൻ്റെയോ ഒരു വേസ്റ്റ് അവിടെ കിടക്കുക. അത് അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് സോൾവ് ആവുന്നില്ല, ഇറങ്ങി പോകുന്നില്ല. ഈ വേസ്റ്റിൽ ബാക്ടീരിയ വളരുകയാണ്. ഈ ബാക്ടീരിയ വളരുന്ന അന്തരീക്ഷത്തിലേക്ക് മുളച്ചു വരുന്ന പല്ലുകൾ നമ്മൾ കാണുന്നതിന്റെ മുന്നേ ബാക്ടീരിയ കണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോവാൻ വിടാതെ ആ കുട്ടികൾക്ക് ഒരു സ്പൂൺ വെള്ളം കുടിപ്പിക്കെങ്കിലും തുടക്കത്തിലേ ചെയ്യിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ ആ വേസ്റ്റ് മിൽക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. അത്രയെങ്കിലും ബാക്ടീരിയൽ കോളനൈസേഷൻ, ബാക്ടീരിയ കെട്ടിക്കിടക്കുന്നത് തടയാൻ പറ്റും. അടുത്തൊരു സ്റ്റേജിലേക്ക് കുറച്ചും കൂടി കുട്ടി അങ്ങ് ഒരു 4 മാസമൊക്കെ എത്തിക്കഴിഞ്ഞാൽ കോട്ടൺ ബഡ്സ് ഒക്കെ വെച്ചിട്ട് പതിയെ ആ
പല്ലില്ലാത്ത മോണ. കുറച്ച് പ്രായം കഴിയണം. അതെ അതെ അതെ, ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. അതെ, നമ്മൾ പറയുമ്പോൾ എപ്പോഴും പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ജനിച്ച ഉടനെയുള്ള ഒരു കുട്ടിക്ക് കോട്ടൺ ബഡ്സ് വെച്ച് തുറക്കൽ പറ്റില്ല. അതെ അതെ അതെ, ചോക്കിംഗ് അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഏജ് കൂടെ കഴിഞ്ഞിട്ട്, ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ട് കോട്ടൺ വൈപ്സ് വെച്ചിട്ട്, ബഡ്സ് വെച്ചിട്ട് ഈ ഗം പാഡ്, പല്ലില്ലാത്ത മോണ, ആ പല്ലുകളൊന്നും വരാത്ത മോണ, അതെ അതെ അതെ, തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു നേരമെങ്കിലും അങ്ങനെ ഒന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ, അതായത് അമ്മയുടെ കയ്യിൽ തന്നെ കോട്ടൺ ചുറ്റിയെടുത്താൽ മതി. അങ്ങനെ അത് വായിലേക്ക് വീണ് പോകുന്നില്ല. ഇല്ല, അതെ അതെ അതെ, ഫിംഗറിൽ ചുറ്റിയിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. പല്ല് വരുന്നതിന് മുന്നേ തന്നെ, പല്ല് വരുന്നതിന്റെ മുന്നേ തുടങ്ങണം പല്ലിന്റെ സംരക്ഷണം എന്നുള്ളത്. എത്ര മാസം കൊണ്ട്? അതെ, അതായത് നോർമലി ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ജന്മനാ പല്ലുള്ളതുണ്ട്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നാറ്റൽ ടൂത്ത്, നിയോനാറ്റൽ ടൂത്ത് എന്ന് പറയും. അതെ അതെ അതെ, അത് ചിലപ്പോൾ പ്രശ്നമാവും. എങ്ങനെയാന്ന് വെച്ചാൽ, അത് ഇളകുന്ന പല്ലാണെങ്കിൽ, അത് മൊബൈൽ ആണെങ്കിൽ അത് ഇഷ്യൂ ആണ്. അത് പിന്നെ സോളോ ചെയ്യാനും വിഴുങ്ങിപ്പോവാനും അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് എത്തിപ്പോവാൻ വരെ സാധ്യത. അപ്പൊ അതുകൊണ്ട് അത് മൊബൈൽ ആണെങ്കിൽ അത് നേരത്തെ തന്നെ അത് ഒഴിവാക്കി കൊടുക്കേണ്ടി വരും. അതല്ല, സ്പെഷ്യലിസ്റ്റ് പീഡോഡോണ്ടിസ്റ്റ് ആണ്. അത് ആ കുട്ടികൾക്ക്, അത്രയും യങ് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ ചിലപ്പോൾ അനസ്തേഷ്യയിലൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. ലോക്കൽ അനസ്തേഷ്യ, ചിലപ്പോൾ സഡേഷനിലൊക്കെയാണ് അങ്ങനെയൊക്കെ കേസുകൾ ചെയ്യുക. പക്ഷെ അത് മൊബൈൽ അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. കുഴപ്പമൊന്നുമില്ല, വളർന്നോട്ടെ. അത് വളരെ കുറച്ച് കുട്ടികൾക്ക് വളരെ. പിന്നെ ഏത് മാസം മുതൽക്കാണ് പല്ലിന്റെ ആദ്യ വരവ് വരുന്നത്? അത് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് ഒരു 8 months വരാം. എന്തായാലും മൈൽ സ്റ്റോൺസ് ഓഫ് ഗ്രോത്ത്. അതെ അതെ അതെ, അത് 8 months വരാം, 8 months വരാം, 10 months വരാം. ഒരു 12 monthsന്റെ ഉള്ളിൽ, അതായത് 1 year കൂടി പല്ല് വന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് മുകളിലും താഴെയും ഫ്രണ്ടിലെ പല്ലുകളാണ് ആദ്യമായിട്ട് വരിക. മുകളിലാണ് ആദ്യം വരുന്നത്? അത് ഡിപ്പെൻസ്, രണ്ടും വരാറുണ്ട്. അധികം കേസിലും താഴത്താണ് നമ്മൾ കൂടുതൽ കാണാറുണ്ട്. നമ്മൾ ആ കീരിപ്പല്ല് കാണിച്ചുള്ള ചിരി വളരെ ഹരമാണ്. അപ്പോൾ അത് എന്നും നിലനിൽക്കാൻ വേണ്ടി എക്സാക്ട്ലി അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. അത് നടത്തം പഠിക്കുന്ന പോലെ, സംസാരിക്കാൻ വരുന്ന പോലെ പല്ല് വരുന്ന ഒരു മൈൽ സ്റ്റോൺ. അപ്പോൾ ആ സമയം മുതൽ കൂടുതൽ കെയർ ചെയ്യണം. അപ്പോൾ പല്ലുകൾ മുഴുവൻ വന്നു. പിന്നെ മൊളാർ അല്ലേ? അതെ 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 അതെ, മൊളാർ പല്ലുകൾ ആദ്യം വരുന്നത് ഇൻസിസേഴ്സ് ആണ്. പിന്നെ കെനൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സൂചിപ്പല്ല്, അങ്ങനെയാണ് വരിക. അതിൽ ലാസ്റ്റിലേക്ക് വരിക ശരിക്കും പറഞ്ഞാൽ സൂചിപ്പല്ലും കോമ്പല്ലുമാണ് ലാസ്റ്റ്, അണപ്പല്ലുമാണ് ലാസ്റ്റ്. അണപ്പല്ലാണോ മൊളാർ? മോളാർ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊളാർ, സെക്കൻഡ് മൊളാർ. അതെ 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 അതെ, 2 മോളേഴ്സ് ആണ്. പിന്നെ ഈ കുട്ടികൾക്ക് ഈ മാസ്റ്റിക്കബിൾ ഏരിയ അതെന്താണ് സർ? അത് ആ ഒരു നമുക്ക് ഫംഗ്ഷനിൽ, ആ മാസ്റ്റിക്കേഷൻ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ചവച്ചരിക്കുന്ന പ്രതലം, ഇത് കുട്ടികൾക്ക് കുറവായിരിക്കും. കുറവായിരിക്കും. അതായത് ഇപ്പം നമുക്ക് അഡൽട്സിൽ, നമ്മൾ നോർമൽ കേസിൽ നമുക്ക് 32 ടീത്ത് എന്നുള്ള പറയാം. അതും അത്യാവശ്യം അണപ്പല്ലുകളൊക്കെ നല്ലൊരു ടേബിൾ, ഒക്ലൂസൽ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിൾ പോലെ തന്നെയാണ്, ഡൈനിങ് ടേബിളൊക്കെ പോലെ ഒരു ടേബിളാണ്. പക്ഷെ മറ്റൊരു അത്ര ഒരു 28 ടൂത്തും അത് സ്മോളർ ആയിരിക്കും. അപ്പോൾ ആ ഒരു എഫിഷ്യൻസി എന്തായാലും കുറവായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന പാൽപ്പല്ലുകളുടെ സംരക്ഷണം വളരെ ഭയങ്കര ഗൗരവത്തിലെടുക്കും. സാധാരണയായിട്ട് ജനം വിചാരിക്കുന്നത് പറഞ്ഞു പോകാനുള്ളതാണല്ലോ. അപ്പൊ അത് അല്പം കേട് വന്നു പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാൽപ്പല്ലുകൾക്ക് നമുക്കുള്ള ഫങ്ഷൻ നമ്മളെ പല്ലുകൾക്കുള്ളത് പോലെ ചവക്കുന്നതിനും നമ്മളെ ഭംഗിക്കുമൊക്കെ ഫങ്ഷൻ ഉണ്ട്, ഉപയോഗമുണ്ട്. അതിൻ്റെ പുറമെ അടിവരയിടേണ്ട ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ, ഈ പെർമനന്റ് പല്ല്, സ്ഥിര പല്ലുകൾ അതാ സ്ഥാനത്ത് വരണമെങ്കിൽ ഈ പാൽപ്പല്ലുകൾ അവിടെ വേണം, വഴികാട്ടിയായിട്ട്. ഈ പാൽപ്പല്ലുകൾ വഴികാട്ടിയായിട്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഇപ്പം 9 വയസ്സിൽ പോവേണ്ട ഒരു പാൽപ്പല്ല് നമുക്ക് 5 വയസ്സിൽ നഷ്ടപ്പെട്ടാൽ അവിടെ വരേണ്ട പല്ല് 9ാമത്തെ വയസ്സിൽ ആ സ്ഥാനത്ത് വരേണ്ട പല്ല് പിന്നെ വരാതെയായി പോവും. ചിലപ്പോൾ എല്ലിൽ കുടുങ്ങിപ്പോവാം, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവാം. അപ്പം ഗൈഡാണ്, പല്ലിന് ഗൈഡാണ് എന്ത് ഈ പല്ലുകൾ. അതുകൊണ്ട് തന്നെ അഡൽട്സിൽ, മുതിർന്നവരിൽ ഒരു പല്ലിന് ഇൻഫെക്ഷൻ വന്നാൽ 2 വഴികളുണ്ട്. നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് സംരക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി അതിന് പേഷ്യൻ്റ് റെഡി അല്ലെങ്കിൽ വില്ലെങ്കിൽ നമുക്ക് പറിച്ചു കളയാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കുട്ടികളിൽ പല്ല് പറിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. പറഞ്ഞാൽ കൺസർവേറ്റീവ് തന്നെ ചെയ്യണം. ഇനി വളരെ കുറ്റിയായി പോയി, ദ്രവിച്ചു പോയി, അങ്ങനെയൊക്കെ കേസിൽ പറിച്ച് കളയേണ്ടി വന്നാൽ, ഇൻ കേസ് അങ്ങനെ വന്നു എന്നായിരിക്കും, അപ്പൊ അതിന് സ്ഥാനത്ത് സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയുന്ന ഒരു സ്പേസ് മെയിൻറ്റെയിനർ അവിടെ വെച്ച് കൊടുക്കല്. അങ്ങനെ കൂടെ ഇതിന് കൂടെ മനസ്സിലാക്കണം. അതായത് അതിന് ഫ്ലാപ്പ് കീറി
അല്ലല്ല, അത് പുറത്ത് തന്നെ വെക്കുന്നതാണ്. ആ ഒരു അല്ലല്ല, ഈ എടുത്തു കളയാന്നുള്ള ഫ്ലാപ്പ് കീറി കളയാൻ അല്ല, കവർ ചെയ്യുമല്ലോ. ആ അത് Natural ആ ഒരു സ്പേസിനെ, അതായത് മുന്നിലും പിന്നിലുള്ള പല്ല് ടിൽറ്റ് ചെയ്ത് ചെരിഞ്ഞിട്ട് ഈ സ്ഥലം മറ്റുള്ളവർ അന്യര് കയ്യേറി പോവാതിരിക്കുക, അങ്ങനെയാണല്ലോ. ആ കയ്യേറ്റം തടയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് മെയിൻറ്റെയിനറുടെ ഒട്ടിച്ച് വെക്കും. അതൊരു പ്രോസസ് ആണ്. അതെ അതെ അതെ, ഒരു അപ്ലയൻസ് അവിടെ. പിന്നെ അത് അത് ചില കേസ് ഊരി പോന്നാ തിരിച്ചു വെക്കണം. എന്തായാലും അടുത്ത പല്ല് വരുന്നത് വരെ അവിടെ വെക്കണം. ഓരോ പല്ലിനും നാച്ചുറലി ഓരോ ടൈം ഉണ്ട്, ദൈവം തീരുമാനിച്ചൊരു ടൈം. അതായത് 9 years, 11 years, 12 years ഉള്ളിൽ എല്ലാ പല്ലും പോയി വരും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എല്ലാ പല്ലും പോയി വരും. അപ്പോൾ ആ ഒരു 11 years കൂടി തന്നെ നമ്മൾ പ്രതീക്ഷിക്കും. പോകും. അതിൽ ആ 11 years പാൽപ്പല്ല് പോയി പുതിയ പല്ല് വരുന്നത് അത് 9 to 11 years ആണ്. 11 വയസ്സോട് കൂടിയാണ് ഈ പാൽപ്പല്ലുകളുടെ ടൈം കഴിയുന്നത്. അതായത് 5 years വരെ ഈ പാൽപ്പല്ല് പീരീഡ് ആണ്. ഈ 6 to ഒരു 10 years വരെ അല്ലെങ്കിൽ 11 years വരെ മിക്സ്ഡ് ഡെന്റിഷൻ പീരീഡ് എന്ന് പറയും. രണ്ടും കൂടെ ഉണ്ടാവും. അതായത് കുറച്ച് പാൽപ്പല്ലുകളായിരിക്കും, കുറച്ച് പെർമനന്റ് പല്ലുകളായിരിക്കും. ആ സമയത്തൊക്കെ അബ്സല്യൂട്ട് കെയർ നിർബന്ധമാണ്. അതായത് റെഗുലർ ചെക്കപ്പ്, സാറ് തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ചെക്കപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് ചെക്കപ്പ് ആണ് അവിടെ പരിശോധന. നമ്മൾ ഭയങ്കരമായി അടിവരേണ്ട ഒരു കാര്യമാണ്. കാരണം പോകാനുള്ള പല്ലാന്ന് കരുതി നമ്മൾ വെയിറ്റ് ചെയ്യും, പക്ഷേ ചിലപ്പോൾ പെർമനന്റ് ടൂത്ത് ആയിരിക്കാം. ഇനി പോകാനുള്ള പല്ലാണെന്ന് കരുതി നിൽക്കുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 11 വയസ്സ് വരെ ഈ കുട്ടി വേദന സഹിച്ചിരിക്കേണ്ടി വരും. ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരേണ്ട പല്ലുകൾ നേരത്തെ പറഞ്ഞ പോലെ വഴി തെറ്റാനും ഒക്കെ സാധ്യത ആയിട്ട്. അപ്പോൾ ചില പാരൻസ്, ഇത് വേറെ ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട്, അതിന് സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടെ ഉണ്ട്. അതായത് പാരൻസ് ഇൻസിസ്റ്റ് ചെയ്യും, എന്റെ കുട്ടിന്റെ പല്ലല്ലേ നിങ്ങൾക്ക് എന്താ പറഞ്ഞല്ലോ. പക്ഷേ ഇൻഡിവിജ്വാലിറ്റി സാറിന് അറിയാൻ മതി. ഇൻഡിവിജ്വാലിറ്റി, ഈ കുട്ടി ഇന്നൊരു 18 വയസ്സിന് ശേഷം വ്യതിരിക്തമായ വ്യക്തിത്വമാണ്. അപ്പോൾ ഈ പാരന്റും ഡോക്ടറും എടുക്കുന്ന ഡിസിഷൻ അനുഭവിക്കാൻ പോകുന്ന ആരാണ്? ഈ കുട്ടിയായിരിക്കും. അപ്പോൾ പാരന്റ്സ് പറഞ്ഞാൽ പോലും അത് പറിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് അവിടെ സ്പേസ് മെയിൻറ്റെയിനർ വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയുന്നത് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മെഡിക്കൽ കൺസൾട്ടേഷൻ മാത്രം പോരാ, ഡെൻ്റൽ കൺസൾട്ടേഷനും അത്യാവശ്യമാണ്. ഈ കുട്ടിക്ക് എങ്ങനെ ഉള്ള തരത്തിലുള്ള പല്ലുകളാണ് വരാൻ പോകുന്നത്, വരുമ്പോൾ അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അതിന് മുൻകരുതലുകൾ എന്തെല്ലാം എടുക്കണമെന്ന് ഒരു ഡെന്റിസ്റ്റിന് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റും. ഒരു ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റിന് അത് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റും, അല്ലേ ഡോക്ടർ? തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മൾ ചെക്കപ്പുകൾക്ക് അത്രയും നമ്മൾ കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ പോകുന്നതിന് പകരം ഒരു റെഗുലർ ചെക്കപ്പ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രിവെന്റീവ് ആയിരിക്കും. അതെ, ഒരുപാട് പ്രൊഫിലാക്റ്റിക് മെഷേഴ്സ് എടുക്കാൻ പറ്റും. അതെ, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം എൻ്റെ വായിലാണെങ്കിൽ പോലും ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അറിയില്ല. അത് ഞാൻ അറിയുമ്പോഴേക്കും അത് വൈകിയിട്ടുണ്ടാവും. അതങ്ങനെയാണ്. ചില ആൾക്കാർ പറയും, ഡോക്ടർ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ വേദന, അതുകൊണ്ട് ഞാനിപ്പോൾ വന്നതാണ് നമുക്ക്. പക്ഷേ ഇന്നലെ തുടങ്ങിയിട്ട് വേദന ഉള്ളൂ എങ്കിൽ പ്രോബ്ലം തുടങ്ങിയിട്ട് മാസങ്ങളായി ഉണ്ടായിരിക്കും. അതാ. അപ്പോൾ പിന്നെ നമുക്ക് അത് വലിയ പ്രൊസീജിയറിലേക്ക് പോകേണ്ട അവസ്ഥയായിരിക്കും. റൂട്ട് കനാലിലേക്കും കവറിങ്ങിലേക്കും ഒക്കെ പോകേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോവിഡിന്റെ മുന്നേ ഒക്കെ ഞങ്ങളൊക്കെ ക്ലിനിക്കിൽ 6 months ഒരിക്കൽ പേഷ്യൻസിനെ റീകോൾ ചെയ്യായിരുന്നു. പിന്നെ കോവിഡ് കാലം വന്നപ്പോൾ പേഷ്യൻസിനെ അറിയാലോ, അത് കട്ട് ഡൗൺ ചെയ്ത്. അതെ. അങ്ങനെ വന്നപ്പോൾ പിന്നെ അതിലൊരു ഇത് വന്നു. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നതും സജസ്റ്റ് ചെയ്യുന്നതും എവറി 6 months മിനിമം, എസ്പെഷ്യലി ഈ നേരത്തെ പറഞ്ഞ മിക്സ്ഡ് ഡെന്റിഷൻ പീരീഡ് ആണെങ്കിൽ മാൻഡേറ്ററി ആണ്. അത് മിക്സ്ഡ് ഡെന്റിഷൻ ഡോക്ടർ പറഞ്ഞു, പകുതി പാൽപ്പല്ലുകൾ ബാക്കിയുണ്ടായിരിക്കും, ബാക്കി പുതിയ പല്ലുകൾ, പ്രത്യേകിച്ച് മുൻഭാഗത്ത് പല്ലുകൾ, ഇൻസിസേഴ്സും ചിലപ്പോൾ പുതിയ വന്നിട്ടുണ്ടാവും, മോളാസ് പഴയതായിരിക്കും. പക്ഷെ 6ാമത്തെ വയസ്സിലൊരു മോളാർ വരുന്നുണ്ട്. 6ാമത്തെ വയസ്സിൽ അത് പെർമനന്റ് ആണ്. അത് പോയി വരില്ല. അത് പലപ്പോഴും അണപ്പല്ല് എന്ന് പറയുന്നത്. അതെ, അത് അണപ്പല്ല് മോളാർ, അത് പിന്നീട് അതിന് പകരം വേറെ പല്ല് വരില്ല. അപ്പോഴാണ് ഈ ഗ്രോയിങ് പെയിൻസ് വരുന്നത്. അങ്ങനെ വരാം, അങ്ങനെയും വരാം. അതായത് നമുക്ക് ഈ കയലവീക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഈ 6 years വരാം. അതിനുശേഷം പിന്നെ അണപ്പല്ല് വരാം 12 years വലിയൊരു പല്ല് വരാൻ പോകണം. അപ്പോഴും ഇതുപോലെ വരാം. പിന്നെ 18 above ഒരു അണ്ണികേറി വരുന്ന പല്ല് അണപ്പല്ല് നല്ല വിസ്ഡം ടൂത്ത്, അത് ആ ഒരു ഏജിലേക്കാണ് എത്തുക. അപ്പോഴൊക്കെ ഇത് വരും. പിന്നെ ചില പല്ലുകൾ കുട്ടികളിലൊക്കെ പുറത്തേക്ക് വരുന്നില്ല, അത് സബ്മേർജ്ഡ് കിടക്കും. പലപ്പോഴും ഇങ്ങനെ ഒരു ചതുരമുഖന്മാരൊക്കെ ആയിട്ടുള്ള വരുന്നതിന്റെ കാരണം, അടിസ്ഥാന കാരണം അത് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമയത്തിന്റെ മുന്നേ പാൽപ്പല്ല് പോയിട്ടുണ്ടാവും.
നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ സബ്മർജ്ഡ് ആയിട്ട് പോയി പോകുന്നതാണ്. പിന്നെ താടിയെല്ലുകളുടെ വളർച്ച, അത് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഈ കുട്ടികളിൽ കുട്ടികളിൽ ചെക്കപ്പിന് നിർബന്ധം പറയാനുള്ള ഒരു സെപ്പറേറ്റ് ഹെഡിങ് തന്നെ, ഒരു വേറെ തന്നെ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ വളർച്ചാ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. അതായത് കുഴച്ച് വെച്ച കളിമണ്ണ് പോലെയാണ് വളരുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ എല്ല്. ആ എല്ലുകളുടെ വളർച്ചാ വ്യത്യാസം ആ ഒരു വളരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഭാവിയിൽ ഒരു ആഫ്റ്റർ 20 years നമുക്ക് വലിയ വലിയ സർജറിക്കൽ കറക്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. എൻ്റെയൊക്കെ ഫാമിലിയിൽ തന്നെ അങ്ങനെയുള്ള എക്സാമ്പിൾസ് 2-3 എൻ്റെ മനസ്സിലുണ്ട്. അതായത് ആ ഗ്രോയിങ് പീരീഡിൽ നമുക്ക് ചില താടിയെല്ലുകളുടെ വളർച്ചാ വ്യത്യാസങ്ങൾ നേരത്തെ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. അതിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മൗത്ത് ബ്രീത്തിങ്, വായ തുറന്നുറങ്ങുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് 2 രീതിയിൽ വരാം. ഒന്നുകിൽ അത് ഹാബിറ്റുകൾ മാത്രമായിട്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെന്റൽ കൺസൾട്ടേഷൻ മാത്രം മതി. പക്ഷേ അങ്ങനെയുള്ള കേസിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് വന്ന ഡെന്റിസ്റ്റ് ആദ്യം ENTക്ക് റെഫർ ചെയ്യും. അത് എന്തിനാന്ന് വെച്ചാൽ മൂക്കിൽ വല്ല തടസ്സങ്ങളും ഉണ്ടോ എന്നുള്ളത് ENT റെഫറൽ നിർബന്ധമാണ്. അപ്പോൾ മൂക്കിൽ എന്തെങ്കിലും ദശവളർച്ചകൾ, പോളിപ്പ്, അങ്ങനെ ബ്ലോക്കുകൾ, മൂക്കിൽ ബ്ലോക്ക് ഉള്ള കേസാണെങ്കിൽ ആ ENT ഡോക്ടറെ കൊണ്ട് അത് പരിഹരിപ്പിച്ചിട്ടാണ് നമ്മൾ ഡെന്റൽ കറക്റ്റ് ചെയ്യും. അപ്പം അത് ലൈഫ് ത്രെട്ടനിങ് ഒന്നുമല്ല. പക്ഷേ ഇപ്പോഴും ഇനിയുള്ള കാലത്തേക്കും ആളുടെ പേഴ്സണാലിറ്റി അഫക്റ്റ് ചെയ്യുന്ന വലിയൊരു ഈസ്തെറ്റിക്കലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ന് വെച്ചാൽ ആ ഒരു പോളിപ്പോ ആ ഒരു കോൺഗയോ ദശയോ കാരണം ആ ഗ്രോയിങ് വളരുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ചിലപ്പം ഫേസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരാം. കോൺഫിഡൻസിനെ പോലും ബാധിക്കും. എൻ്റെ ഒരു റിലേറ്റീവ് എന്നെ സ്വയം വിളിക്കുന്നത് ഷുപ്പാണ്ടി എന്നാണ്. അവനെ തന്നെ വിളിക്കുന്നത്. കാരണം ചെറുപ്പത്തിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിരുന്നു, ചെയ്ത് തുടങ്ങിയതും. അത് പറയുമ്പോൾ കുറച്ചുകൂടെ നീണ്ടു പോകട്ടെ. അതായത് കുട്ടികൾ ഈ ചില അപ്ലയൻസുകൾ, ചില ഉപകരണങ്ങൾ വെക്കാൻ കൂട്ടക്കൂല. അത് പാരൻസ് അയ്യോ അവനത് വെക്കുന്നില്ലല്ലോ അവർ ഇടയ്ക്ക് വെച്ച് ട്രീറ്റ്മെന്റ് നിർത്തും. അങ്ങനെ നിർത്തുന്ന പാരൻസിന് അവസാനം ഈ കുട്ടികൾ തന്നെ ബ്ലെയിം ചെയ്യും. ഡോക്ടർ പറഞ്ഞ ഓർത്തോഡോണ്ടിക് ഇംപ്ലാന്റ് അല്ല, ഓർത്തോഡോണ്ടിക് അപ്ലയൻസസ് ആണ്. ആ അപ്ലയൻസുകൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഇപ്പോൾ 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഉണ്ടാവില്ല. പക്ഷേ 8 വയസ്സിൽ ഉപയോഗിക്കാത്ത കുട്ടിക്ക് അനുസരിച്ച് പാരൻസ് എന്നാൽ വേണ്ട മോനെ എൻ്റെ മോളെ ഉപയോഗിക്കേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു വെക്കും. പക്ഷേ ഒരു 20 years എത്തുമ്പോൾ ഇതേ കുട്ടി ഇതേ പാരൻറ്റിനെ ബ്ലെയിം ചെയ്യും, നിങ്ങൾ അന്ന് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. ഞാനത് നേരിട്ട് കണ്ട ആളാണ് എൻ്റെ ഫാമിലിയിൽ, എൻ്റെ പേഷ്യൻസിൽ. കാരണം ഞാൻ ഇപ്പോൾ 16 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ 8 വർഷം മുന്നേ 8 വയസ്സുള്ള ഒരു കുട്ടിയോട് ഇത് പറഞ്ഞ് ആ പാരൻസിനെ പറഞ്ഞു വിട്ടിട്ട് അവർ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പൈസ വരെ ചിലവാക്കി. പക്ഷേ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാതെ ആ കുട്ടിക്ക് ഇപ്പോൾ സർജറി വേണ്ടി വന്നു. സർജറി പെയിൻഫുൾ ആണ്, ചെലവ് കൂടുതലാണ്, എത്ര ബുദ്ധിമുട്ടണം, ഇത്രയും എന്താ പറയാ. പിന്നെ നമുക്ക് ആ കുട്ടി എഡ്യൂക്കേഷനിൽ ഭയങ്കര മിടുക്കനാണ്. അവന് സ്കോളർഷിപ്പോടെ പുറത്തുകൂടെ പഠിക്കാൻ പറ്റി. പക്ഷെ അവൻ പോകില്ല തീരുമാനിച്ചു. ഫേസ് ഇങ്ങനെ ആയതുകൊണ്ട് കോൺഫിഡൻസിന്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ പറ്റും. പക്ഷെ ആ സർജറി കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ മാറ്റാൻ പറ്റും ചെറുപ്പത്തിലുള്ള ഒരു ചെറിയൊരു ശ്രദ്ധ. എൻ്റെ സ്നേഹത്തോടെ എൻ്റെ ആൾക്കാരോട്, എൻ്റെ കാണുന്നവരോട് പറയാനുള്ളത്, ചെക്കപ്പ് ചെയ്യുക. ഡോക്ടേഴ്സ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടൈം ബൗണ്ടായിട്ട് ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾക്ക് നേരെ വിരൽ ചൂണ്ടും ഒരിക്കലും. അതുകൊണ്ട് ഒരു ഡെന്റൽ കൺസൾട്ടേഷൻ കൃത്യമായി കൃത്യസമയത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒന്നിലധികം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. അതിൻ്റെയും പുറമെ നിങ്ങൾക്ക് ഇന്നത്തെ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യുകയും ചെയ്യാം. അതിന് വിരോധമൊന്നുമില്ല. പലപ്പോഴും AI പറയാറുണ്ട്, AI നോക്കരുതെന്ന് പറയാറുണ്ട്. എങ്കിലും നിങ്ങൾ ഇൻഫോംഡ് ആണെങ്കിൽ നിങ്ങൾക്കതും നോക്കാം, 3 ഒപ്പീനിയനായി. അപ്പോൾ സാധാരണ ഈ പല്ല് വരുമ്പോൾ എല്ലാ പല്ലും വന്നു കഴിഞ്ഞു, ഓരോന്ന് പറയാൻ തുടങ്ങി, 2ാമത്തെ പല്ല് വരികയാണ്. അപ്പോഴെന്തൊക്കെ ശ്രദ്ധിക്കണം? അതും കുട്ടിപ്രായം തന്നെയാണ്. അത് ശ്രദ്ധിക്കും. അതെ. ആ അഡോളസെന്റ് ഏജ് അതാണ് വേറൊരു ടോപ്പിക്. 2 കാര്യങ്ങൾ, നല്ല ക്വസ്റ്റ്യൻ ആണ്. 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡെന്റലി ശ്രദ്ധിക്കേണ്ടത്. 2 ഹെഡിങ് ആണ്. അതായത് കഴിക്കുന്ന സാധനങ്ങളും ബ്രഷിങ്ങും. ഓക്കെ, കുട്ടികൾ കഴിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ചോക്ലേറ്റുകൾ, ലേസി കുർക്കുറെ പോലെയുള്ള ഗ്രൂപ്പുകൾ, ബിസ്ക്കറ്റുകൾ, പിന്നെ എന്താ പറയുക നമ്മളെ ഐസ്ക്രീം ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള, ഞാൻ ശരിക്കും പറഞ്ഞാൽ 3 ഗ്രൂപ്പാക്കി തിരിക്കാറുണ്ട്. കുട്ടികൾ കഴിക്കുന്ന മെയിൻ ഫുഡിനല്ല, ഇങ്ങനെയുള്ള ലേസർ ഫുഡ്. അതിൽ
തൊടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ പാക്ഡ് ഐറ്റംസ് ആണ്. ഓ, അത് ഡെന്റൽ ഹെൽത്തിനും ജനറൽ ഹെൽത്തിനെയും മൊത്തം ബാധിക്കുന്ന നമ്മളെ പ്രിസർവേറ്റീവ്സ്, കെമിക്കൽസ് അടങ്ങിയിട്ട് വരുന്ന ഒരുപാട്, ഞാൻ കമ്പനികളുടെ പേര് ഞാൻ പറയുന്നില്ല, നമുക്ക് തന്നെ അറിയാം, ആ കാറ്റ് നിറച്ച് എയർ നിറച്ച് വരുന്ന സാധനങ്ങൾ. അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കേണ്ടവ എന്ന് പറയുന്ന, ഇപ്പം ആരെങ്കിലും ഒഴിവാക്കേണ്ടവ, നിയന്ത്രിക്കേണ്ടവ, അതായത് ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ നോ, ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. മറ്റത് എടുക്കാം പക്ഷെ വിത്ത് കോഷൻ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് മാത്രം കഴിക്കുക, കഴിച്ച ഉടനെ ബ്രഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ എപ്പോഴും മെയിൻ ഫുഡിന്റെ മുന്നേ കഴിക്കാതെ ആഫ്റ്റർ എ മീൽ കഴിക്കാം. ഒരു സ്നിക്കേഴ്സ് ഇപ്പോൾ ആരും ഗൾഫിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് സ്കൂളിൽ നിന്ന് കിട്ടി, അതാ കുട്ടി സ്കൂളിൽ നിന്ന് കഴിക്കാതെ വീട്ടിൽ വന്ന് കഴിക്കുന്നു, വീട്ടിൽ നിന്ന് ഉടനെ ബ്രഷ് ചെയ്യുന്നു, ആ മെയിൻ ഫുഡിന് ശേഷം കഴിക്കും. ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കാം. അതല്ലാതെ കുട്ടികളോട് തീരെ ചോക്ലേറ്റ് കഴിക്കരുത് എന്നല്ല, നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. പിന്നെ പെർമിറ്റഡ് ആയിട്ട് നമുക്ക് കുട്ടിക്ക് ഒരു ട്രീറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത സാധനങ്ങൾ കൊടുക്കാം, അല്ലാത്ത ഐറ്റംസ് നമുക്ക് കൊടുക്കാം, ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ്. 100% ചോക്ലേറ്റ് ഈ പറഞ്ഞ അതൊക്കെ സ്റ്റിക്കിയാണ്. ഈ ചോക്ലേറ്റുകൾ എപ്പോഴെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ അപ്പം ഞാൻ പറഞ്ഞ വിത്ത് കോഷൻ, ഈ അപ്പോഴും ബ്രഷ് ചെയ്യണം, രാത്രിയിലും ബ്രഷ് ചെയ്യണം. പിന്നെ മെയിൻ ഫുഡിനെ മുന്നേ കഴിക്കാതെ ശേഷം കഴിക്കുന്ന രീതിയിൽ ചെയ്യണം. ആ രീതിയിൽ കെയർ ചെയ്യണം. മെയിൻ ഫുഡിന് മുന്നേ കഴിക്കരുത്. അത് പറയാനുള്ള കാരണം ഡെന്റലി അല്ല, നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യപരമായി. കാരണം മെയിൻ ഫുഡിന് മുന്നേ കഴിച്ചാൽ നമ്മളെ ബോഡിയിൽ, ബ്രെയിനിൽ ഷുഗർ എത്തിയിട്ട് സാഷേറ്റി ഫീലിംഗ് കൊടുക്കും. ഇനി ഫുഡ് വേണ്ട എന്നുള്ള ഫീലിംഗ് ബോഡിക്ക് കൊടുക്കും. പക്ഷെ സത്യത്തിൽ അവിടെ ഷുഗർ മാത്രമേ എത്തുന്നുള്ളൂ, വേറെ വൈറ്റമിൻസ് എത്തുന്നില്ല. അപ്പോൾ കുട്ടിക്ക് ഫുഡിനോടുള്ള ഒരു റിലക്റ്റൻസ്, ഒരു മടുപ്പ് വരാൻ സാധ്യത. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെന്റൽ ഭാഗം പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു ഏജിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ്, ഭക്ഷണം, മിനറൽസ്, എസ്പെഷ്യലി കാൽസ്യം കണ്ടെയ്നിങ് ഫുഡ് ആ ഒരു ഏജിൽ എടുക്കണം. അണ്ടർലൈൻ അതെന്ന് വെച്ചാൽ നമുക്ക് എല്ലിലേക്ക് ഏതൊരു കാലത്തും നമുക്ക് കാൽസ്യം എടുക്കും. അതേപോലെ കാൽസ്യം ബ്ലഡിൽ നിന്ന് അങ്ങോട്ട് എടുക്കും, ഇങ്ങോട്ട് എടുക്കും. പക്ഷേ പല്ലുകളുടെ കേസിൽ പല്ല് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിലേക്ക് കാൽസ്യം ഡെവലപ്മെൻറ്റ് എടുക്കുള്ളൂ. പിന്നെ ചെറിയ റിപ്പയറിന് കുറച്ചൊക്കെ എടുക്കുമെന്നല്ലാതെ ആ ഒരു കാൽസ്യം എന്നുള്ള സംഭവം പല്ലിലേക്ക് കിട്ടണമെങ്കിൽ ഓരോ പല്ലും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിൽ കാൽസ്യം വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു 11 അല്ലെങ്കിൽ മാക്സിമം 12-13 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള കാൽസ്യമാണ് നമുക്ക്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കാൽസ്യം കണ്ടെയ്നിങ്? അത് നമ്മൾ ഇലക്കറികളാണ് മെയിനായിട്ട്, പാലുൽപ്പന്നങ്ങൾ, ഇതാണ് മെയിനായിട്ട് പറയാം. പിന്നെ ചെറിയ മീനുകൾ മുള്ളോട് കൂടി കഴിക്കാൻ പറ്റും. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ കടുക്ക, കക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മൃഗങ്ങളുടെ ദന്താരോഗ്യം എടുക്കുകയാണെങ്കിൽ നായ അല്ലെങ്കിൽ മറ്റ് കാർണിവോറസ് ആയിട്ടുള്ള മൃഗങ്ങൾ, മാംസാഹാരികളായിട്ടുള്ള മൃഗങ്ങൾ, അവർക്ക് ദന്താരോഗ്യം വളരെ കൂടുതലാണെന്നും അതിനാൽ മാംസം കഴിക്കുന്നവർക്ക് ദന്താരോഗ്യം കൂടുതലായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ശരിയാണോ? അതിൽ ഒരു പരിധി വരെ ശരിയുണ്ട്. എന്ന് വെച്ചാൽ പല്ലിനെ കേട് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അന്നജങ്ങളാണ്. അപ്പം പ്രോട്ടീൻ ഒരിക്കലും ഈ ഒരു പല്ലിന് കേട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പല്ലിൻ്റെ മുകളിൽ കാർബോഹൈഡ്രേറ്റ് പിടിച്ചിരിക്കുകയും ആ അന്നജത്തിൻ്റെ മുകളിൽ ഒരു ബാക്ടീരിയ പ്രവർത്തിക്കുകയും ആ ബാക്ടീരിയ അതിൽ നിന്നും ഒരു ആസിഡ് ലീക്ക് ഉണ്ടാക്കുകയും ആ ആസിഡ് പല്ലിലെ കാൽസ്യത്തിൽ പ്രവർത്തിച്ചിട്ടാണ് കാരീസ് ഉണ്ടാകുന്നത്. പ്രോട്ടീൻസ് അത്ര കേടുണ്ടാക്കൂല. ആ ഒരു ആസ്പെക്റ്റിൽ അത് കറക്റ്റ് ആണ്. അതിലപ്പുറത്തേക്ക് അതൊന്നുമില്ല. പിന്നെ അവരുടെ പല്ലിന്റെ അലൈൻമെന്റ്. അപ്പോൾ നമ്മൾ പഴങ്ങൾ കഴിക്കാൻ പറയുന്നുണ്ട്. പഴങ്ങൾ എന്ന് പറയുമ്പോൾ ന്യൂട്രിയന്റ് കിട്ടുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിലും അന്നജം തന്നെയാണല്ലോ ഉള്ളത് കാര്യമായിട്ട്. ആ പഴങ്ങളാണെങ്കിൽ പോലും, പഴങ്ങളുടെ ഷുഗർ ആണെങ്കിൽ പോലും, ഇപ്പൊ നമ്മൾ പറയില്ലേ മിൽക്ക്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് മിൽക്ക്, അത് നമ്മളെന്താ പറയുക അമൃതല്ലേ. പക്ഷെ പല്ലിനെ സംബന്ധിച്ച് എന്താണ്, അത് മെയിൻ വില്ലനാണ് എന്നതുപോലെ തന്നെയാണ് ഷുഗർ കണ്ടെയ്നർ ആയിട്ടുള്ള എല്ലാം പല്ലിന്റെ മുകളിൽ പിടിച്ചിരുന്നാൽ അത് വില്ലൻ. അപ്പൊ ഈ മഞ്ഞ നിറത്തില് കുട്ടികളുടെ പല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ചായിട്ട് അത് രണ്ടും ആവാം. അതായത് ഈ പറയുന്ന പോലെ കേടിന്റെ തുടക്കമാവാം, കാൽസ്യം കുറവുള്ള അല്ലെങ്കിൽ കേട് വരുന്നതിന്റെ തുടക്കമാവാം ഒന്നുകിൽ. അല്ലെങ്കിൽ ചില കുട്ടികളുടെ ടൂത്ത് ഇപ്പം എസ്പെഷ്യലി ഫോർ വൈറ്റ് എന്ന് വെച്ചാൽ വെളുത്ത ആൾക്കാർക്ക് പല്ല് മഞ്ഞ നിറമായിരിക്കും ഉണ്ടാവുക, ബ്ലാക്ക് ആയിട്ടുള്ളവർക്ക് നല്ല വൈറ്റ് ടൂത്ത് ആയിരിക്കും. അതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പം വെളുത്തിരിക്കുന്നു എന്നുള്ളത് മഹത്തായ കാര്യമല്ല, പല്ലായാലും തൊലിയായാലും. അതാണ് ഞാൻ എപ്പോഴും അവസാനിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം വെളുപ്പും സൗന്ദര്യം അതല്ല, വെളുപ്പിനും വൃത്തിക്കും തമ്മിലൊരു ബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അത് കേടിന്റെ തുടക്കമാണോ, അഴുക്കാണോ, അല്ലെങ്കിൽ നാച്ചുറൽ ഉള്ള കളറാണോ എന്നുള്ളത് ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് അത് പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തണം തീർച്ചയായും. അപ്പോൾ ധമനികളിൽ വരുന്ന പോലെ ഡെന്റൽ പ്ലേക്ക് ഉണ്ടാവാം, പ്ലേക്ക് ഫോർമേഷൻ.
എന്താണ് ഇത്, എങ്ങനെയാണ് അത് പ്രിവെന്റ് ചെയ്യുക? അത് പല്ലിനെ പോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പല്ലിനിരിക്കുന്ന മണ്ണാണ് അതിൻ്റെ മോണ എന്നുള്ളത്. ഈ മോണയുടെ ആരോഗ്യത്തെയാണ്, ഈ ഫുഡ് വേസ്റ്റ് പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു, ഈ പ്ലാക്ക് മോണൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ആ പ്ലാക്ക് എവിടെ നിന്ന് വരുന്നു? പുറത്തുനിന്നല്ല, എക്സ്റ്റൻസ് ഔട്ട്സൈഡിൽ നിന്നല്ല, നമ്മുടെ ഉമിനീരിൽ നിന്നാണ്. ഉമിനീര് കെട്ടിക്കിടക്കുമ്പോൾ ഉമിനീരിന്ന് ഊറി അടിഞ്ഞു കൂടി ഉണ്ടാവുന്നതാണ് ആ പ്ലാക്ക്. ആ പ്ലാക്കാണ് ആ പ്ലാക്കിൽ വീണ്ടും ബൈ ടൈം കാലക്രമേണ മിനറൽസ് അടിഞ്ഞു കൂടി നമ്മുടെ പല്ലുകളുടെ മുകളിലൊക്കെ ഇത്തിൾ പിടിച്ചിരിക്കുന്നത്. ആ ഇത്തിൾ അങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അത് പല്ലിനെ കേടുവരുത്തൂല, പക്ഷെ മോണയ്ക്ക് പഴുപ്പ് വന്ന് പല്ല് ഇളകിപ്പോകും. അതിനാണ് എക്സാക്ട്ലി, അതാണ് അതിന് കേട്. അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് മോണക്കും മോണ എല്ലിനും കൂടി അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഉമിനീരിൻ്റെ വേസ്റ്റ് കാരണം ഉണ്ടായ ഈ അഴുക്ക് ഒഴിവാക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനാണ് സ്കെയിലിംഗ് എന്ന് പറയാം. പല്ല് ക്ലീൻ ചെയ്യാൻ പറയും. ആ ക്ലീനിങ് അതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ സമയത്തിന് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പല്ലുകൾ ഇളകിപ്പോകും. നമ്മൾ പറിച്ച് കളയേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ക്ലീനിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായി. യെസ്, എക്സാക്ട്ലി. അപ്പം അത് അതിൻ്റെ എല്ലാ നമ്മൾ അതർ സൈഡ് ഓഫ് കോയിൻ, ആ നാണയത്തിൻ്റെ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നോക്കുമ്പം വായന ഒരുപാട് ഡെപ്പോസിറ്റ്സ് പീസുകൾ നഷ്ടപ്പെടുന്നു. പോയി കഴിഞ്ഞാൽ ഭയങ്കര അല്ല, അത് മാത്രമല്ല തണുപ്പൊക്കെ തട്ടുമ്പോൾ പുളിപ്പും സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ സത്യത്തിൽ പല്ലിന് പുളിപ്പുണ്ടാവും എന്നുള്ളത് ശരിയാണ്, അഴുക്ക് കൂടുതലുണ്ടെങ്കിൽ, അഴുക്ക് കൂടുതലുള്ള കേസിൽ. പക്ഷെ അത് ഇനാമിൽ പോയിട്ടോ പല്ലിന് എന്തെങ്കിലും ദോഷം വന്നിട്ടോ അല്ല, ആ അഴുക്ക് പോയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മാസം ഒരാൾ കുളിക്കാതിരുന്നെന്ന് കരുതുക, അയാൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ 31ാമത്തെ ദിവസം അയാൾ പോയി കുളിച്ചാൽ അയാൾ ചിലപ്പോൾ പനി കിടപ്പിലാവും. അപ്പോൾ പനിക്കുമെന്ന് പേടിച്ച് കുളിക്കാതിരിക്കുന്നത് പോലെയാണ് കുളിക്കും എന്ന് പേടിച്ച് ചെയ്യാതിരിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് 21 വയസ്സുള്ള ഒരു കുട്ടിക്ക് 3 പല്ല് മുന്നിൽ ഇളകിപ്പോയത് കണ്ടിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് 21 വയസ്സായ ചെറിയ പ്രായത്തിൽ വരാൻ സാധ്യതയുണ്ടോ? പക്ഷെ വരും. അത് പക്ഷെ ഇളകി പോണെങ്കിൽ ഇയേഴ്സ് വേണം. ഞാൻ അതിലും ഏളി ഗോഡ് ഗ്രേസ് ഞാൻ കണ്ടിട്ടില്ല, കാണാതിരിക്കട്ടെ. അതിലും യങ് ആയിട്ടുള്ള കേസിൽ സങ്കടമാണ്. അങ്ങനെയും വന്നേക്കാം. കാരണം കുറച്ച് കൊല്ലങ്ങൾ ഈ ഇത്തളോടെ കെട്ടിക്കിടന്നാൽ മോണക്ക് പഴുപ്പ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ പെയിന് വരില്ല. ഈ ഡെന്റൽ പെയിന് പോലെ ഒരു പെയിന് പലപ്പോഴും പല കേസിലും മോണരോഗത്തിന് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാനും പരിഹരിക്കാനും വൈകിപ്പോവും. വേദന ഉണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ കാണിക്കൂ. ഒരു സിംറ്റം വരണം. അതാണ് ഇതിന്റെ ഒരു സാധാരണ നമ്മൾ കാണുന്ന മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു സിംറ്റമാണ് ഹാലിറ്റോസിസ്. ഇത് വിവിധ കാരണങ്ങളുണ്ടാവാം. ഇതിനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഹാലിറ്റോസിന്റെ മെയിൻ റീസൺ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഉമിനീരിന്റെ വേസ്റ്റുകളിൽ നിന്നും അടിഞ്ഞുകൂടുന്ന ഈ പ്ലാക്ക് വഴി ഉണ്ടാകുന്ന ഇത്തിള് രൂപപ്പെട്ടിട്ടുണ്ടാകുന്ന മോണ പഴുപ്പ് കാരണമാണ്, മോണക്ക് വരുന്ന നീര് കാരണമാണ് വായ്നാറ്റം. ഹാലിറ്റോസിസ് എന്ന് പറഞ്ഞാൽ വായ്നാറ്റം ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് ലക്ഷണം. ആ മോണ രോഗം തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അടുത്ത ലക്ഷണമാണ് ബ്രഷ് കെട്ടുമ്പോൾ ബ്ലഡ് വരിക എന്നുള്ളത്. അടുത്തൊരു സ്റ്റേജിലാണ് വെറുതെ നമുക്ക് വലിച്ചാലൊക്കെ ബ്ലഡ് വരുന്ന അവസ്ഥ വരും. രാവിലെ എണീക്കുമ്പം നമ്മളെ ഉമിനീരിൽ തുപ്പൽ കാണും. രാവിലെ നല്ല ഉറങ്ങി എണീക്കുമ്പോൾ എന്നുവെച്ചാൽ പകല് നമ്മളറിയാതെ ഉമിനീര് ഇറങ്ങി പോവാണ്. രാത്രിയിൽ ഉമിനീര് കെട്ടിക്കിടക്കും. നേരത്തെ കുട്ടികളെ ബ്രഷ് മിൽക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ആ കെട്ടിക്കിടക്കുന്ന ഉമിനീരിൽ കളക്റ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടാവും. അത് നമ്മൾ കാണും. ആ സമയത്തെങ്കിലും ഒന്ന് ചെക്കപ്പിന് വന്നാൽ അത്രയും. അല്ല, അപ്പോഴും നമ്മൾ ചില പൊടിക്കൈകൾ പോകും. പല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പൊടി കിട്ടി, യൂട്യൂബിൽ ആ പൗഡർ കണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് ഭയങ്കരമായി ദോഷം ചെയ്യും. അവസാനം നല്ല പല്ലുകൾ നമുക്ക് നഷ്ടപ്പെടാം. അതായത് വായിലെ രക്തത്തിന്റെ ടേസ്റ്റ് വന്നാൽ ഉടനെ ഡോക്ടറെ കാണുകയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല വായ്നാറ്റം തന്നെ വരുമ്പോഴാണ് ഏറ്റവും ഫസ്റ്റ് സിംറ്റം ആ വായ്നാറ്റമാണ്. ഇനി അതല്ലാത്ത വേറെ കാരണങ്ങൾ വായ്നാറ്റത്തിന് വരാം. വയറിലുള്ള ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരാം, ചില ലിവർ ഡിസീസ് വരാം. പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുന്നതിന് പകരം ഡോക്ടറെ കണ്ടാൽ മതി, എക്സ്പെർട്ടിനെ കണ്ട് ഉറപ്പുവരും. ഒന്നിലധികമോ തീർച്ചയായും ഒരാളെ ഒപ്പീനിയൻ മാത്രം എടുക്കണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ പേഷ്യൻ്റ്. അതിന് പുറമെ ഇപ്പോൾ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പതിവായിട്ട് ഒരു രോഗി മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏത് പ്രായത്തിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കണം? മൗത്ത് വാഷ് ഈസ് എൻ അഡ്ജങ്ക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ആയിട്ട് നല്ലോണം പല്ലേക്കുക എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. കറക്റ്റ് ആക്കിയിട്ട് പല്ല്
ഏത് മെത്തേഡാണ് നല്ലത് അതെ അതെ, അതിലേക്ക് പോകുമ്പോൾ അതാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ പല്ലുകൾ ഒരച്ച് തേക്കുന്ന ഈ ആക്ഷൻ കാണാൻ വിചാരിക്കുന്നു. ഈ ഒരു ആക്ഷനിൽ തേക്കുന്നത് പല്ലിന് ഭയങ്കരമായി ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഞാൻ സിമ്പിളായിട്ട് പല ടെക്നിക്ക് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയും, പക്ഷെ ഈ ഒരു ജോയിന്റ് ഇവിടെ പിടിച്ച് വെച്ചിട്ട് ഓൺലി റിസ്റ്റ് മൂവ്മെന്റിലായിരിക്കണം ബ്രഷ് ചെയ്യുന്നത്. ഇതാണ് ആക്ഷൻ, ഇതാണ് ആക്ഷൻ. പിന്നെ ശ്രദ്ധിക്കുക, ഹാർഡ് ബ്രഷ് ഉപയോഗിക്കരുത്, സോഫ്റ്റ് ബ്രഷ് ആണ് പ്രിഫറബിൾ. പേസ്റ്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ കുളിക്കുമ്പോൾ സോപ്പിന് എന്താണ് റോളാണോ അതുപോലെ തന്നെയാണ്. അതാണ് ഡിറ്റർജന്റ് ഉണ്ടല്ലോ. എന്തായാലും ആ എമൾസിഫൈങ് ആക്ഷൻ, റിമൂവിങ് സർഫസ് ലെയർ, റിഡ്യൂസ് ആ സർഫസ് ടെൻഷൻ. അല്പം ആന്റി ബാക്ടീരിയൽസ് ഉണ്ട് അല്ലേ? അത് ചില പേസ്റ്റുകൾ അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അതിൽ ഭയങ്കരമായ ഒരു എഫക്റ്റ്, അങ്ങനെ ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഇല്ല. അല്ല, നമ്മൾ മുറുക്കി വെച്ച് കൊടുക്കാറുണ്ട് ടൂത്ത് പേസ്റ്റ്, അതെന്തുകൊണ്ടാണ്? അത് ആ ഒരു എഫക്റ്റ് ഉള്ള പറയുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു സൂത്തിങ് എഫക്റ്റ് ആണ്, അതാണ് ബേസിക് ഇമ്പോർട്ടന്റ് റീസൺ. അതാണ്. പക്ഷെ അധികം പേസ്റ്റ് പലപ്പോഴും പരസ്യത്തിലൊക്കെ ഒരു വലിയ കഷ്ണം എടുക്കുന്നതായിട്ടാണ്. എത്ര എടുക്കണം എഫക്റ്റീവ് ആയിട്ട്? നമ്മൾ സാധാരണ പറഞ്ഞ പയർമണി പറയാം. ബ്രഷില് മുകളിൽ വെക്കുകയാണോ നല്ലത്, ബ്രഷിന്റെ ബ്രിസിലേക്ക് അമർത്തി വെക്കുകയാണോ? പരത്തി വെക്കുന്നതാണ്. സ്ലോ ആയിട്ട് നമ്മൾ സോഫ്റ്റ് ബ്രഷ് ആണ് പ്രിഫർ ചെയ്യുന്നത്. മിനിമം ഫോഴ്സ് ആണ് നല്ലത്. മിനിമം ഫോഴ്സ്. ടൈം, ആവറേജ് ടൈം 2 minutes വേണം, എന്നാൽ 5 minutes വേണ്ട എന്നാണ് പറയാം. പിന്നെ ഈ ഒരു ആക്ഷൻ, ഈ ഒരു 4 പോയിന്റ്സ് ബ്രഷിംഗിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റ്സ്. ഓക്കെ, ഒരു പല്ലിൽ തന്നെ എത്ര നേരം കൂടുതൽ തേക്കരുത്? അത് ഈ പറഞ്ഞ ഫോഴ്സിലും ഇതിലാണെങ്കിൽ നമ്മൾ ഈ 2 minutes ടൈമും ആണെങ്കിൽ നമുക്ക് അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പല്ലിൽ അധികം സമയം തേക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, ദിവസം 2 നേരമാണ് ഏറ്റവും നല്ലത്. അതെ, 2 നേരം ചെയ്യാം. അതായത് രാത്രിയിലെ ബ്രഷിങ് നമ്മൾ ഫുഡ് വേസ്റ്റിനെ കളഞ്ഞ് കേട് തടയാൻ, ആദ്യം പറഞ്ഞ കേട് തടയാൻ. രാവിലത്തെ ബ്രഷിങ് ഇപ്പൊ എന്താ വെച്ചാൽ, ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ, ഇപ്പൊ പല യൂട്യൂബ് ചാനലിലും പല ഡോക്ടേഴ്സ്, സർജൻസ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ രാവിലത്തെ ബ്രഷിങ് ഫൂളിഷ്നെസ് ആണ്, അങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ പല വീഡിയോസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ രാത്രി പല്ലേച്ച് കിടന്ന ഒരാൾ പിന്നെ ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിന് രാവിലെ ബ്രഷ് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ രാവിലത്തെ ബ്രഷിങ് റിമൂവിങ് സലൈവറി വേസ്റ്റ്, ഉമിനീരിന്റെ വേസ്റ്റ് കളഞ്ഞ്, ഡെപ്പോസിറ്റ് ഉണ്ടാവാം, ഉമിനീരിന്റെ വേസ്റ്റ് കളഞ്ഞ് മോണരോഗത്തെ തടയാനാണ് രാവിലെ. രണ്ടും 2 ഇന്റൻഷനാണ്, നമ്മൾ 2 പർപ്പസ് ആണ്. അത് എന്തിനെന്നുള്ളത് മനസ്സിലാക്കണം. എന്തിനല്ല പല്ല് വെളുക്കാനല്ല വല്ലേക്കുന്നത്, ആരോഗ്യം സംരക്ഷിക്കാൻ, വൃത്തിയാവാനാണ് കേട്ടോ. അതും മനസ്സിലാക്കണം. അതുപോലെ തന്നെ പണ്ട് നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, നാവ് വടിക്കുക എന്നുള്ളത്. പലപ്പോഴും സ്റ്റീലിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ, അത് ഈ പറഞ്ഞ പോലെ ഓവറായ ഡേഞ്ചറാണ്. നാവ് വടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, വടിക്കാം, പക്ഷെ ബ്രഷ് തന്നെ ഇനഫ്. ബ്രഷ് മതി, ബ്രഷ് കൊണ്ട് മെല്ലെ ഒന്ന് ചെയ്താൽ മതി. രാത്രി ചെയ്യണമെന്നില്ല, രാവിലെ. ഉമിനീരിന്റെ ഡെപ്പോസിറ്റ്സ് ആണ് നാവിന്റെ മുകളിൽ ഉണ്ടാവാൻ സാധ്യത, അത് കളയാനാണ്. അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഡെന്റൽ പ്രോസസ് ഉണ്ട്, ഫ്ലോസിംഗ് എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായും എന്താണ് ആവശ്യം? ഏത് പ്രായത്തിലൊക്കെ ചെയ്യണം? അതായത് ഇപ്പം 2 തിയറീസ് ഉണ്ട്. അതായത് ബ്രഷിംഗ് പോലെ കമ്പൽസറി, നിർബന്ധപൂർവ്വം എല്ലാ പല്ലിലും ഫ്ലോസ് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു തിയറി ഉണ്ട്. അത് ഇന്റർഡെന്റൽ ഏരിയയിലാണ് അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നെ പോലുള്ള ചിലരൊക്കെ പറയുന്നത്, എവിടെയാണോ ഫുഡ് കൊടുക്കുന്നത്, എവിടെയാണോ ഫുഡ് ലോഡ്ജ്മെന്റ് വരുന്നത്, ആ സ്ഥലത്ത് രാത്രിയിൽ മാത്രം ഫ്ലോസ് ചെയ്യാന്നുള്ളത്. രാത്രിയിൽ മാത്രം അത് തന്നെ മതി. അതായത് ഫ്ലോസ് നമ്മളിതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു, നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഫുഡ് വേസ്റ്റ് പല്ലുകൾക്ക് ഇടയിൽ നിന്നും കളയാനാണ്. അതിനാണോ നമ്മൾ ഇന്റർഡെന്റൽ സ്പേസസ് എന്ന് പറയുന്നത്? ഇന്റർഡെന്റൽ സ്പേസ്, അത് ആ ഫ്ലോസ് ഉപയോഗിക്കുന്നത് ഫുഡ് കൊടുക്കുന്നിടത്ത് മാത്രമേ വേണ്ടൂ. ഇൻഡാക്റ്റ് ആക്കി നല്ല കട്ടിയിൽ മോണുള്ള സ്ഥലത്ത് പിന്നെ ഫുഡ് കൊടുക്കൂല. അവിടെ നമ്മൾ കയറി ഫ്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ഈ ഒരു തിയറി അനുസരിച്ച് മോണ മുറിയാന്നുള്ള അപകടം അതുകൊണ്ടുണ്ടാവുമോ? അത് ഫ്ലോസ് കൊണ്ട് ഉണ്ടാവില്ല. അതാണ് ഫ്ലോസിന്റെ മെച്ചം. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഫ്ലോസ് ടൂത്ത് പിക്കിങ് പോരെന്ന് ചോദിക്കും. ടൂത്ത് പിക്കിങ് കൊണ്ട് മോണ മുറിയും. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഉള്ളത് റിമൂവ് ചെയ്യാം, പരിക്ക് പറ്റാതെ. അതാണ് ഓക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഉപ്പ് ഇളം ചൂടുവെള്ളത്തിൽ ഗാഗിൾ ചെയ്യാൻ പറയാറുണ്ട്. ചിലപ്പോഴായാലും മാവില അല്ലെങ്കിൽ മഞ്ഞൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ലക്ഷണങ്ങളെ ശരിയാക്കാൻ പറ്റും. സിംറ്റം മാത്രമേ റീസൺ അവിടെ കിടക്കും, കാരണം അവിടെ കിടക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, മോണരോഗത്തിന്റെ ഏറ്റവും വലിയ ശാപം വേദന ഇല്ല എന്നുള്ളതാണ്. വേദനകളെ നമുക്ക് ദൈവം തരുന്നത് എന്തിനാണ്? വേദന മാറ്റാനല്ല, വേദനയുടെ കാരണം പരിഹരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ ഉപ്പുവെള്ളം കൊണ്ട് വായ റിൻസ് ചെയ്യുമ്പോൾ, കുലുക്കൊഴിയുമ്പോൾ കാരണം അവിടെ കിടന്നിട്ട് അതിലെ നീര് മാത്രം പോരും, തൽക്കാലം ആശ്വാസം കിട്ടും. പക്ഷേ ഈ പഴുപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അല്ല, ഉപ്പ് ഒരു തരത്തിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ആണല്ലോ, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ് എന്ന് വെച്ചാൽ ഓസ്മോട്ടിക് ആക്ഷൻ ആണ്. ഓസ്മോസിസ് ഓസ്മോട്ടിക് ആക്ഷൻ ആണ്.
അതാണ് ഇതിലെ മെയിൻ ആക്ഷൻ. അതിലും ബാക്ടീരിയനെയും ഓസ്മോസിസ് വഴി ഒരു ആ, പരിധി ഒരു വരെ പരിധി നശിപ്പിക്കും. അതല്ല അതിൽ കൂടുതൽ പറ്റില്ല. ഓക്കെ, ബാക്ടീരിയസൈഡലാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ്, ശരിയാണോ? അത് ഈ ഒരു എഫക്റ്റ് എഫക്റ്റ് കൊണ്ടാണ്. പക്ഷെ അതിനൊക്കെ ബാക്ടീരിയസ്റ്റാറ്റിക് അല്ല, ബാക്ടീരിയസൈഡൽ തന്നെയാണ്. ആന്റിബയോട്ടിക്കുകളെ പോലും ബാക്ടീരിയ റെസിസ്റ്റ് ചെയ്ത് വരില്ലേ? അതെ 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 അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കിടക്കല്ലേ. അതെ അതെ അതെ. അപ്പം അതൊക്കെ നമുക്കിപ്പം അങ്ങനെ ഒരു അവസരത്തിൽ വേണ്ടി വന്നാൽ ചെയ്യാം. പക്ഷേ ഉടനെ നമ്മളൊരു എക്സ്പേർട്ട് ചെക്കപ്പ് ചെയ്ത് എക്സ്പെർട്ട് ചെക്കപ്പ്, റെഗുലർ ചെക്കപ്പ്, കാരണം നമ്മൾ പരിഹരിക്കണം. റെക്ടിഫൈ ദ കോസ്, എന്താണോ ഈ കാരണം അത് നമ്മൾ പരിഹരിച്ചേ പറ്റുള്ളൂ. സിംറ്റംസിൻ്റെ ലക്ഷണങ്ങളല്ല അത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ, കുട്ടികൾക്ക് പല്ല് വരുന്നതിന് മുന്നേ തന്നെ ഡോക്ടേഴ്സിൻ്റെ, ഡെൻറ്റിസ്റ്റിൻ്റെ, ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റിൻ്റെ ചെക്കപ്പ് തുടങ്ങണം. ഭക്ഷണം എന്തെന്ന് ശ്രദ്ധിക്കണം. കാൽഷ്യം പോലെയുള്ള മിനറൽസും മറ്റു മിനറൽസും അതുപോലെ ന്യൂട്രിയൻസും കിട്ടുന്ന ഭക്ഷണങ്ങൾ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വേദനയോ മറ്റു ലക്ഷണങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ വായ്നാറ്റം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത് മുഴുവൻ സമയാസമയങ്ങളിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ, അതായത് 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഡോക്ടറെ കണ്ടിരിക്കണം. തീർച്ചയായും. പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളുടെ പ്രായത്തിൽ പ്രത്യേകിച്ചും? അതിനുശേഷം പല്ലൊക്കെ പെർമനന്റ് പല്ല് വന്നാലും റെഗുലർ കെയർ നമ്മൾ ചെയ്യണമല്ലോ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 2 കാര്യങ്ങളാണ്, ഈ 2 ഹെഡിങ്ങിലാണ്. ഫുഡും ബ്രഷിങ്ങും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റെഗുലർ ചെക്കപ്പിൽ മുന്നോട്ട് പോവുക. ഇതാണ് നമ്മൾ ഭക്ഷണവും ശരിയായി. അതെ, ഫുഡ് അൺഹെൽത്തി ഫുഡുകൾ ഒഴിവാക്കുക, ഹെൽത്തി ഫുഡ് എടുക്കുക. അത് പ്രധാനമായിട്ട് ചോക്ലേറ്റ്, സ്റ്റിക്കി ഫുഡ് കഴിയുന്ന ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡുകൾ, പിന്നെ ഈ ലേസ് പാക്കറ്റുകൾ, ഇങ്ങനെയുള്ളതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുക. നമ്മളൊരു കുട്ടിയോട് ശരിക്കും പറഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഡെന്റൽ മാത്രമല്ല, സൈക്കോളജിസ്റ്റും കൂടിയാണ്. സൈക്കോളജിയിൽ ഞാൻ പാരന്റിങ് ഞാൻ നല്ലോണം കൈകാര്യം ചെയ്യും. ചില പാരന്റ്സ് പറയും കുട്ടികൾ വാശി പിടിക്കുന്നില്ല ഡോക്ടറെ, നമ്മൾ എങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറയും, ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടണം എന്നും പറഞ്ഞ് നിങ്ങളെ കുട്ടി വാശി പിടിക്കുന്നുണ്ടെങ്കിൽ പറയൂ. അല്ല, അതില്ല. അതെന്താ, കുട്ടിക്ക് പരിക്ക് പറ്റും, വേദന. അപ്പോൾ ഇത് ഇപ്പോൾ പരിക്ക് പറ്റും. ഇതാണെങ്കിൽ 3-4 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇയേഴ്സ് കഴിഞ്ഞിട്ടോ ആയിരിക്കും ഇതിന്റെ പരിക്ക് വരും. ജീവിതകാലം മുഴുവൻ അതും വരാം ചിലതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങളല്ല സാധിപ്പിക്കേണ്ടത്, ആവശ്യങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ വളർച്ചാ വ്യതിയാനത്തിനുള്ള ഉപകരണം വായിൽ വെക്കാത്ത കുട്ടിയുടെ പാരൻസിനൊക്കെ പറ്റിപ്പോയതാണ്. 21 വയസ്സിലാവും പിന്നെ സർജറി ചെയ്യേണ്ടി വന്നു 21 വയസ്സിലായപ്പോൾ. അപ്പോൾ ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് നിന്ന് ആ പാരൻസ് ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യാണ്, പശ്ചാത്തപിക്കുകയാണ്. അപ്പോൾ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുമ്പം അവരുടെ ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾ നടത്തണം. ആഗ്രഹം ആവശ്യമാവില്ല. ഇത് തിരിച്ചറിയാനുള്ള ബോധം കുട്ടിക്ക് ഉണ്ടാവില്ല, അത് പാരൻസിന് വേണം. അപ്പോഴാണ് നമ്മൾ ബയോളജിക്കൽ ഫാദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സിൽ നിന്നും ഒരു സൈക്കോളജിക്കൽ പാരൻ്റായിട്ട് മാറുന്നു. അച്ഛനും അമ്മയും ആവാൻ ലോകത്തെ എല്ലാ മൃഗങ്ങൾക്കും പറ്റും. പക്ഷെ പാരന്റ് ആവുന്നത് മനുഷ്യൻ മാത്രമേ പറ്റുള്ളൂ. അവിടെ ഈ ഒരു ഡെന്റലിൽ നിന്നും മെന്റലിലേക്ക് ഞാൻ പോകുന്നത് അവിടെയാണ്. ഈ കുട്ടികളുടെ ഡെന്റൽ വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സങ്കടം വരും. ഒരു 3.5 വയസ്സ് 4 വയസ്സിലൊക്കെ വീക്കവും വേദനയും പഴുപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പം പാരന്റ്സ് ആവാം, ഗ്രാൻഡ് പാരന്റ്സ്, അതാണ് ഭയങ്കര വില്ലന്മാര് പലപ്പോഴും. പുറത്ത് പോകുമ്പോഴൊക്കെ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തില്ലായിരുന്നു, അങ്ങനെ വെച്ച് കൊടുക്കും. അതിന് വേറെ തലം പറഞ്ഞാൽ എൻ്റെ ജനറേഷൻ പാരന്റ്സ് ഫാദേഴ്സ് ഒക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾ കയ്യിൽ എന്തെങ്കിലും വേണം എന്ന് കുട്ടികളെ പ്രതീക്ഷിക്കൂലേ, ഒരു നല്ല ചോക്ലേറ്റ്. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞ വേറെ സൈക്കോളജി ഉണ്ട്. അൺകണ്ടീഷണൽ ആയിരിക്കണം ലവ്. അൺകണ്ടീഷണൽ അതായത് നമ്മളെ പ്രസൻസ് ആയിരിക്കണം അവരുടെ ചോക്ലേറ്റ്, നമ്മളെ പ്രസൻസ് ആയിരിക്കണം അവരുടെ ഐസ്ക്രീം. അവിടെ നമ്മൾ അവരുടെ ഫാദർ ആണെന്നുള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ അവരെ സ്നേഹിക്കുന്നത്, അല്ലാതെ കൈക്കൂലി കൊടുത്തിട്ടാവരുത്. ആ രീതിയിൽ നമ്മളുടെ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഏജിലുള്ള പാരൻസും എൻ്റെ അനിയന്മാരും ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടാണ്. കുട്ടികളുടെ ഡെന്റൽ ഹെൽത്തിനെയും ജനറൽ ഹെൽത്തിനെയും ഇതൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഫാറ്റി ലിവർ വരെ വരുന്നുണ്ട്. വന്നിട്ടുണ്ട്. കാരണം ജങ്ക് ഫുഡ്, പാക്ക് ഫുഡ്, അങ്ങനത്തെ ഐറ്റംസ്. കാരണം കുട്ടികളുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും തള്ളി വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ചോദ്യം കൂടി ചോദിച്ച് ഇന്നത്തെ നിർത്താം. ഇനിയും ഡോക്ടറെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ ജനങ്ങൾക്ക് മുഴുവൻ നിങ്ങളുടെ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ അവരെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ അവെയർ ആക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഒറ്റ ചോദ്യം കൂടെ, അതായത് സ്ഥിരം പല്ലുകൾ വന്നു കഴിഞ്ഞു, ഒരു പല്ല് എന്തുകൊണ്ടോ അപകടം കൊണ്ടോ അതോ മറ്റ് ഇൻഫെക്ഷൻ കൊണ്ടോ പോയി, അവിടെ ഒരു പ്രോസസ്സ് വെച്ച് കൊടുക്കണം. അത് വെച്ചില്ലെങ്കിൽ എന്താണ്, വെച്ചത് കൊണ്ട് എന്ത് ഗുണം, അതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, വെച്ചത് കൊണ്ടുള്ള അപകടങ്ങൾ? വെച്ചത് കൊണ്ടല്ല, വെച്ചിട്ടില്ലെങ്കിലുള്ള രണ്ടും പറയണം. വെച്ചത് കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ.
ഞാൻ ഉപയോഗിച്ച വാക്ക് കറക്റ്റ്, പ്രോസസ്സസ്. പ്രോസസ്സ് കറക്റ്റ് ആണ്. പ്രോസസ്സ് അത് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പറയല്. Process അവിടെ നമുക്ക് പല്ല് വെച്ചിട്ടില്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് ചൂയിങ് കുറയും, ചവക്കൽ കുറയുന്നതോട് കൂടി ദഹനം കുറയും. അത് നമ്മളെ ആഗിരണത്തെ ബാധിക്കും, ജനറൽ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ നമ്മുടെ പല്ല്, ഫ്രണ്ടിലെ പല്ലാണെങ്കിൽ അത് ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര പ്രശ്നമായിരിക്കും. ഇനി കൂട്ടിലെ പല്ലാണെങ്കിൽ ആ പല്ല് നിന്ന സ്ഥലത്ത് നമുക്ക് ശ്രിങ്കിങ് വരും, കവള ഒട്ടിപ്പോവാൻ സാധ്യത. പിന്നെ അതിന്റെ മുന്നിലെയും പിന്നിലെയും പല്ലുകൾ നീങ്ങി, നേരത്തെ കുട്ടികളെ കേസിൽ പറഞ്ഞ പോലെ നമ്മൾ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി, ആറ് പേര് തിങ്ങിയിരുന്ന ബെഞ്ചിൽ നിന്നും ഒരാൾ നീച്ചു പോയാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അതേപോലെ പല്ലിന്റെ കേസിലും സംഭവിക്കും. അത് അപകടമാവോ നന്നാവോ? ദോഷമാണ്. ബാക്കിയുള്ള പല്ലുകളുടെ സപ്പോർട്ട് പോകും. പിന്നെ മുകളിലെ പല്ല്, താഴത്തെ പല്ലാണ് പോയതെങ്കിൽ മുകളിലെ പല്ല് ഇറങ്ങി വരും. അപ്പൊ ഒരു പല്ല് പോയത് കാരണം ബാക്കി 3 പല്ലുകൾ നഷ്ടപ്പെടാൻ ത്രെട്ടനിങ്ങിലെത്തി, ഭീഷണിയിലെത്തി. അപ്പൊ അതുകൊണ്ട് പല്ല് റീപ്ലേസ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ റീപ്ലേസ് ചെയ്യാനുള്ള വഴികൾ ഒന്ന് റിമൂവബിൾ ടൈപ്പ് ആണ്. അത് അതിന്റെ ചെയ്യുന്നത് അത് നമ്മൾ വല്ലാതെ പ്രൊമോട്ട് ചെയ്യാറില്ല, ഡിസ്റ്റർബിംഗ് ആണ്. പക്ഷേ ഒന്നുമില്ലാതിനേക്കാളും നല്ലതാണ്. പിന്നെ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം. പല്ലിലേക്ക് നേരെ സ്ക്രൂ ഇട്ട് പല്ല് വെച്ചിട്ട് അവിടെ ഉറപ്പിച്ച് വെക്കാം. പിന്നെ അപ്പുറം ഇപ്പുറമുള്ള പല്ലിലേക്ക് പിടിപ്പിച്ച് ബ്രിഡ്ജ് പാലം പോലെ നമുക്കത് നിലനിർത്താൻ പറ്റും. നോർമലി 1 in 1 lakh പോലും ഉണ്ടാവാറില്ല. ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ കയ്യിലും കാലിലൊക്കെ സ്ക്രൂ ഇടുന്ന ടൈറ്റാനിയം മെറ്റലാണ് അത് ഉണ്ടാവുക. അത് ഓസ്റ്റിയോ ഇന്റഗ്രേഷൻ എന്ന് പറയും. എല്ലാം അതിനെ ചേർത്ത് പിടിക്കാൻ, അത് 1 in 1 lakh വരെ അതിന് ചാൻസ് ഇല്ല. ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഫൈഡ് ഫുഡ് ഇൻ ഓൾഡ് ഏജ്, അത് ദന്തൽ ആരോഗ്യത്തിന് നന്നായിരിക്കുമോ? ഓൾഡ് ഏജിലാണെന്ന് കരുതിയിട്ട് ഇപ്പം നമുക്ക് എന്താ പറയുക, ലിക്വിഫൈഡ് ഫുഡിലേക്ക് പോകണമെന്നില്ല. അല്ല, ആൾക്ക് ചവച്ചരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ. ഇനി ചവച്ചരക്കാൻ പറ്റുന്നില്ല, ആൾ അതർവൈസ് ഹെൽത്തി ആണെന്ന് വിചാരിക്കാം, അയാൾ നമുക്ക് നോർമൽ ഫുഡിനെ സോഫ്റ്റ് ആക്കി കൊടുക്കാം. നോട്ട് സോഫ്റ്റ് ഫുഡ്, ബണ്ണ്, ബ്രെഡ്, നോർമൽ ഫുഡിനെ ലിക്വിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ചൂയിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ, അതർവൈസ് ഹെൽത്തി ആണെങ്കിൽ. നേരെ മറിച്ച് യങ് ആയിട്ടുള്ള ആളെന്ന് വിചാരിക്കുക, അയാൾക്കൊരു ടൈഫോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് അയാൾക്ക് സോഫ്റ്റ് ഫുഡ് കൊടുക്കും. അതായത് നോർമൽ ഫുഡിനെ സോഫ്റ്റ് ആക്കിയിട്ടല്ല, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ഫുഡുകളാണ് അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യാം. ഒറ്റ ചോദ്യം കൂടെ, കുട്ടികളിൽ മാൻഡിബുലർ ജോയിന്റിന്റെ ആരോഗ്യം നിലനിർത്താൻ വ്യായാമങ്ങൾ? അത് ഈ ജോയിന്റുകളുടെ വ്യായാമത്തെ പറ്റി പറയുമ്പോഴേ, വൺ സൈഡ് ചൂയിങ്. ഇപ്പോൾ ഒരു ഭാഗത്ത്, അതായത് ഒരു ഭാഗത്ത് ഒരു പല്ലിന് പ്രശ്നം ഉണ്ടായത് കാരണം ആ സൈഡ് യൂസ് ചെയ്യാതെ മറ്റേ സൈഡ് മാത്രം യൂസ് ചെയ്ത കേസുകളുണ്ട്. അത് കാരണം ജോയിന്റിന് സർജറി ചെയ്യേണ്ടി വന്ന കേസുണ്ട്. അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 സൈഡും ഈക്വലി യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതായത് ഓൾട്ടർനേറ്റ് ആണോ 2 ഭാഗം? അതായത് ഒരു നേരത്തെ ഫുഡ് കഴിക്കാന്ന് വിചാരിക്കുക, ആ സമയത്ത് ഒരു 50-50% 2 സൈഡും നമുക്ക് ചവക്കാൻ പറ്റണം. ഇവിടെ പ്രശ്നം അത് കാരണം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക, എന്നിട്ട് മാറ്റിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിയിലും ഞാൻ പറയുന്നത്, ലൈഫിലായാലും വായിലായാലും ശരി, പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചു ഓടരുത്, ഫേസ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക, നേരിടുക. അത് നമ്മൾ എന്താണോ അത് എത്രയും നേരത്തെ അതങ്ങ് പരിഹരിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ നേരത്തെ ഒഴിവാക്കാൻ പറ്റും. വെരി ഗുഡ് ഡോക്ടർ, വെരി ഗുഡ്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, കാരണം വളരെ അത്യാവശ്യമായ ചോദ്യങ്ങൾ തന്നെ, എങ്കിലും അത് മറ്റൊരു വേളയിലാവാം. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും നിങ്ങൾക്ക് എന്നും ദന്താരോഗ്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. ശരീരത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തെയും അത് ഗുണപരമായി ബാധിക്കും. വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ മുഹമ്മദ് ഹാഷിം.